അപ്പം നമ്മുടെ ഈ എംപുരാനെ കുറിച്ചുള്ള ഈ ന്യൂസ് ഡിബേറ്റുകളും IPL-ഉം പിന്നെ നമ്മുടെ ഈ കൊമീഡിയൻസിൻ്റെ ഒക്കെ പിടിച്ച് ജയിലിടുന്നതിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ ഒരു വാർത്ത ആരും അറിഞ്ഞിട്ടോ ഇതുവരെ ഞാൻ പറഞ്ഞ് കേട്ടിട്ട് പോലും ഇല്ല. ഇതെങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും പ്രൈവസി എന്ന് പറഞ്ഞ സാധനം അത് അങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ ചൈനനെയൊക്കെ കളിയാക്കാറില്ലേ, ഗവൺമെൻറ്റിനെതിരെ ഒന്നും പറയാൻ പറ്റില്ല, പിടിച്ച് ജയിലിടുന്നൊക്കെ പറഞ്ഞിട്ട്. അതെങ്ങനെയാണ് അവർ എല്ലാ പോപ്പുലേഷനിലുള്ള എല്ലാവരുടെയും അവർ മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ വരാനുള്ള ഒരു സാധ്യതയുള്ള ഒരു ലോ നമ്മുടെ ഗവൺമെൻറ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററാണ് നിർമ്മല സീതാരാമനാണ് ഇത് കൊണ്ടുവന്നത്. ഇതിൻ്റെ പേര് ഇൻകം ടാക്സ് ബിൽ 2025 എന്നാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇൻകം ടാക്സിനും ഈ സർവൈലൻസിനും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. എന്നാവും അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഈ ഇൻകം ടാക്സ് ലോ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ലോ പാസ്സായത് 1961-ലാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു ബില്ല് ഇൻകം ടാക്സ് ബില്ല് വന്നിട്ടില്ല, പിന്നെ ഇപ്പോഴാണ് വരുന്നത്. അപ്പം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതിൽ മെയിനായിട്ട് നിർമ്മല സീതാരാമൻ തന്നെ പാർലമെന്റിൽ വെച്ച് പറഞ്ഞ ഒരു എക്സാമ്പിളാണ്. ആ എക്സാമ്പിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 250 കോടി രൂപയുടെ ടാക്സ് വെട്ടിപ്പ് ഇവര് ഗൂഗിൾ മാപ്സും വാട്സാപ്പും കൊണ്ട് ഇവർ കണ്ടുപിടിച്ചു. അപ്പൊ ഇനി എന്താണ് ഇവർ പ്രപ്പോസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ സർവൈലൻസ് കംപ്ലീറ്റ്ലി. അത് ഒരാളുടെ സോഷ്യൽ മീഡിയ ആവാം, വാട്സപ്പ് ചാറ്റുകളാവാം, പ്രൈവറ്റ് ചാറ്റ്സ്, നിങ്ങൾ ഏത് ആപ്പ് ചാറ്റ് ചെയ്താലും അതാവാം, നിങ്ങളുടെ ഗൂഗിൾ മാപ്സ്, നിങ്ങൾ എവിടെയൊക്കെ പോയി എന്ന് അറിയാൻ ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ പോയി നോക്കിയാൽ മതിയല്ലോ, അതാവാം. ഇനി ഇതൊന്നും അല്ലാതെ നിങ്ങളുടെ ഇമെയിലുകൾ, നിങ്ങളിപ്പോൾ ഒരു ക്രിപ്റ്റോ ആപ്പിൽ കയറി സൈനപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി ഗവൺമെന്റ് അറിയും. പിന്നെ ആ ആപ്പിൽ പോയി നോക്കിയാൽ മതിയല്ലോ നിങ്ങൾ എന്തൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ടാക്സ് ബില്ലിൽ ഇങ്ങനെ കംപ്ലീറ്റ് ഒരു ഡിജിറ്റൽ സർവൈലൻസിന്റെ ഒരു പ്രപ്പോസലും കൂടിയുണ്ട്. ഇതും പാർലമെന്റിൽ ഈസി ആയിട്ട് അവർ പാസ്സാക്കും. അവസാനം നമ്മുടെ പ്രൈവസി എല്ലാം പോകും. ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യും.